ഇന്നലെ നമ്മൾ ചക്കക്കുരുവും മാങ്ങാക്കറി വെക്കുന്നത് എങ്ങനെയാണെന്നായിരുന്നു. ഇന്ന് നമ്മൾ ചക്കക്കുരുവും കൊണ്ട് മറ്റൊരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. ചക്കക്കുരുവും വേലിച്ചീരയും നിങ്ങളുടെ പലയിടത്തും പലതായിരിക്കും ഇതിൽ പറയുന്നത് കേട്ടോ. വേലിച്ചീര, ഞങ്ങളിവിടെ വേലിച്ചീര എന്ന് പറയും. വേലിച്ചീരയും കൂടെ തോരൻ വെക്കാനാണ് പോകുന്നത്. ചീര നല്ലതായിട്ട് കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചക്കക്കുരു തൊലി കളഞ്ഞ് അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് ഇട്ടതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന ചക്കക്കുരു അതിലേക്കിട്ട് മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വേവിക്കുക. ചക്കക്കുരു ഒരു പകുതി വേവ് കഴിയുമ്പോഴത്തേക്കും വെള്ളം ഒരുമാതിരി പറ്റി അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ചതച്ചിടാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിയായിട്ട് തിരുമ്മിയെടുക്കുന്നെങ്കിൽ അങ്ങനെ ഇടാം. ഇപ്പം ഞാൻ നല്ല പൊടിയായിട്ട് തിരുമ്മിയെടുത്തുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കുമായിരുന്നു. ചക്കക്കുരു കഴുകി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിനകത്തിലേക്ക് മുളക് പൊടി, ഇട്ട് കൊടുക്കണം. എല്ലാം വെന്തതിന് ശേഷം മുളക് പൊടി ഇട്ട് നന്നായിട്ട് എണ്ണയ്ക്കകത്തിൽ തന്നെ ഒന്ന് ചൂടാക്കണം. എന്ന് വെച്ചാൽ ആ മുളക് പൊടിയുടെ ആ വേറൊരു മണം ഉണ്ടല്ലോ, ഒരു പച്ച മണം, അത് പോകാൻ വേണ്ടി ഒന്ന് എണ്ണയ്ക്കകത്തിൽ തന്നെ ചൂടാക്കിയതിന് ശേഷം ഇച്ചിരി ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ട് വേവിക്കാൻ വെക്കാം. നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളച്ച് ചക്കക്കുരു പകുതി വേവായപ്പോൾ ഞാൻ തേങ്ങ തിരുമ്മിതിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് ഇളക്കി എല്ലാ ചക്കക്കുരു മുളക് പൊടിയെല്ലാം പിടിച്ച് നല്ല പകുതി മുക്കാൽ വേവായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വേലിച്ചീര അരിഞ്ഞ് വെച്ച് അതിലേക്ക് ഇട്ട് കൊടുത്ത് യോജിപ്പിച്ചെടുക്കുക. നല്ലതായിട്ട് ഇളക്കിയെടുക്കുക. ഒന്നുമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് ചക്കക്കുരു വേലിച്ചീര ഒരു തോരൻ ഉണ്ടാക്കാൻ പറ്റും. ചക്കക്കുരുവുമായിട്ട് അടുത്ത വിഭവമായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ. ഇഷ്ടമായ ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത്. ഇത് ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. ടേസ്റ്റ് ചെയ്യും, സൂപ്പറാണ്, അടിപൊളി.